HF സിറ്റുവേഷൻ നോക്ക് ബ്രോ. ഇപ്പൊ കറന്റ് ഗ്യാങ്ങിൽ ഒരു സിറ്റുവേഷനെ ട്രിഗർ ആയിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും ലൈവ് കണ്ടിട്ട് ആ സമയത്ത് HF ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റത്തില്ല. എന്റെ അടുത്ത് അവർ HFന്റെ സിറ്റുവേഷനെ പറ്റി ഇപ്പൊ കറന്റ് പറഞ്ഞിട്ടില്ല. HF ഇപ്പൊ HF ആയിട്ട് സിറ്റുവേഷൻ ഇല്ല. കറന്റ് നമുക്ക് ഒരു ഗ്യാങ് മീറ്റിംഗ് ഉണ്ട് MRC ആയിട്ട്, മിസ്റ്റർ എക്സ് ആയിട്ട് MRC ആയിട്ടാ. ചന്ദ്രൻ എവിടെ? വണ്ടി ഒന്ന് അങ്ങോട്ട് ഒതുക്കി ആ അകത്തോട്ടിടണോ അതോ വെളിയിടണോ? അവിടെ ഒന്ന് സൈഡിലേക്ക് ഇട്ടാ. അപ്പൊ വണ്ടി ഒന്ന് സൈഡിലേക്ക് ഇടുവോ? ചന്ദ്ര വാടാ. അകത്തുണ്ടാ? ഗോഗൊക്കെ ഉണ്ടാവും മീറ്റിംഗ്. പിന്നെ എത്ര പേര് വരാണ്ട് സാർ? ഞങ്ങൾ 4 പേരുണ്ട് മൊത്തത്തിൽ ടോട്ടല്. എല്ലാരും വന്നിട്ട് പോയ പറയാം. ഞങ്ങള് ഒരാൾ അകത്തുണ്ടെന്നാ പറഞ്ഞേ, ബാക്കി 3 പേര്. എടാ മന്ദാരം ഇവിടെ കിടക്കണ്ട ഉറക്കത്തിന്ന് എണീച്ചെങ്കിൽ നമുക്ക് മീറ്റിങ്ങിന് പോയായിരുന്നു. ചന്ദ്ര സാർ ചന്ദ്ര വരുവോ? അവര് വിളിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയി നേരത്തെ പോയതാണ്. കുഴപ്പമില്ല. സാർ റേഡിയോ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കി. ഓ ഷുവർ. ഓ ഹോൾഡ് ഓൺ. AR പിസ്റ്റൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഹോട്ട് ബാർ ഒന്ന് മാറ്റിയിടണേ. ഹോട്ട് ബാർ ഒന്ന് മാറ്റിയിടാം. ഹെൽമെറ്റ് 4 പേര് പറ്റില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതെ, ഇവര് 3 പേരും പൊക്കോട്ടെ. എനിക്ക് കേജായിട്ട് സെപ്പറേറ്റ് മീറ്റിംഗ് പറഞ്ഞിരുന്നത്. ചോദിച്ചാ മതി. ഞാനെന്താ പോയിച്ചു പോലെ കേട്ടോ. ഞാൻ മാറത്തരാം എന്ന് പറയുന്നത് വാസുമോൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ വാസുമോനെ? പിന്നെ അല്ലാതെ പാപ്പാ അവര് വിളിക്കുന്നതാ. കണ്ണുപോയേ. എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. ഞാനൊരു ഊഹത്തിൽ ഫ്രണ്ടിൽ ഒരു വെളിച്ചം കണ്ടിട്ടങ്ങ് പോവാ കേട്ടാ. നീ 6 minutes more. നിങ്ങൾ ഗാർഡ്സ് ആണ് ഇവിടുത്തെ? നമുക്ക് മിണ്ടി പറഞ്ഞു പോവാന്നേ. നമ്മളെ സാറെന്ന് വിളിക്കണ്ട, നമുക്ക് ഓക്വേർഡ് ഫീൽ ചെയ്യും. എങ്ങനെ ഒച്ചയിടാന്നൊക്കെ വിളിച്ചേ നമുക്ക് മറ്റേ ചില്ല് ഓർമ്മിപ്പിക്കണ കൈസ് തന്നെ. സമയത്ത് എന്താ പറയണ മോഡല്ലേ? ഞാൻ ചോദിച്ചോട്ടെ സാർ. അണ്ണാ വാ, കുറച്ചേരം ചൂടുണ്ടോ? ഇല്ല വാ ചന്ദ്ര. ഇവിടെ റബ്ബർ ഉണ്ടാ? ഇത് റബ്ബർ അടിക്കുന്ന മെഷീൻ ആണോ? ചന്ദ്ര അവര് പിടിച്ചു നിന്നെ അതിനകത്തിട്ട് ഉരുട്ടും. പെട്ടി കച്ചവടം തുടങ്ങിയ ഹലോ സുഖാണോ? ഓ സുഖം, നമസ്കാരം. ചന്ദ്രൻ ഉണ്ടല്ലോ. നമ്മളന്ന് കണ്ടതിന് ശേഷം കുറച്ചധികമായി. പെട്ടെന്ന് കത്തണതിന് മുന്നേ നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകല്ലേ. പിന്നെ അതെ, ഞാൻ ചന്ദ്രനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ, അലീനക്ക് സുഖം. എനിക്ക് ശബ്ദം കുറവാണ് കേട്ടാ. ഇപ്പൊ ഓക്കെയോ? ഓക്കെ, പറയൂ, എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ കാര്യം? ഒരു സെക്കൻഡ്, ഞാൻ റേഡിയോ ഒന്ന് ഓഫ് ചെയ്തതായിരുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മളന്ന് പോയതിനു ശേഷം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അപ്പാപ്പൻ പറയും. അപ്പാപ്പ അങ്ങനെ ഒരു പ്ലാനിങ് ഞങ്ങള് ഒരുപാട് ബിസിനസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കണക്റ്റഡ് ബിസിനസ് ആണ്. ഓക്കെ, അതായത് ഈ ബ്ലാക്ക് മണി തൊട്ട് സിറ്റിയിലെ പല റോബറി ഐറ്റംസ് തൊട്ടിട്ട് അങ്ങനെയുള്ള
പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാണ് കേജിന് ഓക്കെ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. നമ്മളത് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലാക്കി തരാം. ഓ ഷുവർ, വൈ നോട്ട്. Silent ഞങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് കുറച്ച് ബ്ലാക്ക് മണി വൈറ്റ് ആക്കി അതുകൊണ്ട് കിട്ടുന്ന കാശിന് കുറച്ച് ബുള്ളറ്റും കണ്ണും വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്ന വളരെ ഉപകാരമായിരുന്നു. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളച്ചിട്ടില്ലാതെ ഒരു ഗൺ ഷോപ്പ് അങ്ങോട്ട് നോക്കാം. പിന്നെ അല്ല അല്ല അതിന് മുന്നത്തെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പരിപാടി, കാശ് അതോ? ബുള്ളറ്റും സാധനമൊക്കെ വാങ്ങുന്ന പരിപാടി ആഹാ, അത് ഇത് കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ. ആഹാ, ഈ കണക്ഷൻ പോയ വഴി എനിക്ക് മനസ്സിലായി. സിറ്റി വീണ്ടും കത്തി കേട്ടാ. ശബ്ദത്തിന് ഒരു പതർച്ചയുണ്ട് കേട്ടോ. ഇപ്പൊ കേൾക്കണ്ട? കേൾക്കുന്നുണ്ടോ? അവിടെ കേക്ക് വരെ കേട്ടു. എടാ എന്നെ RP ചെയ്യാൻ സമ്മതിക്കൂലണ. ഇതിപ്പോ ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണ്. കേൾക്കുന്നില്ലേ പറയണം. ആലോചിക്കാം എന്തായാലും. ആരായിട്ട് approach ചെയ്യും? എടാ ഇത് ലിറ്ററലി ഉപദ്രവിക്കാൻ ചെയ്യണതാണോ ഈ സെർവേഴ്സ്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്. എന്താന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ ഇപ്പം ആക്ച്വലി വേറെ ഒരു സെർവറിലും ഇല്ലാത്തതിന്റെ അത്ര ആൾക്കാരാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കണം. മനസ്സിലായ? ഇത് കുറെ പേർക്ക് പൊളിച്ചിലുണ്ട് ഇതിന്റെ. അത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഉള്ള സെർവേഴ്സ് ഇത് ചെയ്യുവാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിലെ ടോപ്പ് സെർവർ ആണ് ഇപ്പം എക്സലാൻഡിസ്. മനസ്സിലായ? അപ്പൊ ഇത് ബാക്കിയുള്ള ഈ ഇന്ത്യൻ സെർവേഴ്സിലെയും ബാക്കിയുള്ളവന്മാർക്കൊക്കെ നല്ല കണ്ണുകടിയുണ്ട്. മനസ്സിലായോ? അണ്ണന്റെ ഇഷ്യൂ ആണ്. ഒന്ന് പോയേ ബ്രോ. ഇത് എന്റെ ഇഷ്യൂ ഒന്നും അല്ല. ബാക്കിയുള്ളവർ POV ബ്രോ ആണ്. ഇത് സിറ്റിയിലെ PL ആണ്, അല്ലാതെ എന്റെ ഇഷ്യൂ ഒന്നും അല്ല. ഹലോ, ചന്ദ്രൻ ആരോടായിരുന്നു മറുപടി പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആരോട് സംസാരിച്ചായിരുന്നോ? ഇല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചന്ദ്രൻ ഓക്കെ എന്ന് പറഞ്ഞ കേട്ടോ. അത് ചോദിച്ചേ. ആത്മകഥാഗതായിരുന്നു. നല്ലതാ. അപ്പോ എപി പറഞ്ഞു ആലോചിക്കാം. നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ മിസ്റ്റർ എക്സ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ടേ. നമുക്ക് കൺസൈൻമെന്റ് കഴിഞ്ഞ ഒരു 1-2 മാസം നമുക്ക് കിട്ടിയില്ലായിരുന്നല്ലോ. നമുക്ക് ഒരു കൺസൈൻമെന്റ് ഈ 5-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അത് കൂടാതെ നമുക്ക് ഈ മിസ് ആയ മാസത്തിലെ കൺസൈൻമെന്റ് കൂടി തരാൻ പറ്റുമെന്ന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മിസ്സായ മാസത്തില് അതെ. ഒന്ന് മതിയാവോ? 1-2 തന്നാലേ സന്തോഷം. അല്ല കേസ്, അത് അങ്ങനല്ല. അതായത് നമ്മള് ഈ മാസം, അതായത് ഈ ജൂലൈ മാസത്തെ കൺസൈൻമെന്റ് നമ്മൾ ചോദിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു ഡേറ്റ് ഫുള്ളാന്ന് പറഞ്ഞു. അതെ. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, നമുക്ക് മീൻസ് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഡേറ്റ് ഫുൾ ആയത്. നമുക്കാണെങ്കിൽ ഈ മാസത്തെ കൺസൈൻമെന്റ് കിട്ടിയില്ല. അപ്പം അടുത്ത മാസത്തെയും ഈ മാസത്തെയും കൂടെ ചേർത്ത് അടുത്ത മാസം 2 കൺസൈൻമെന്റ് തരാൻ വഴിയുണ്ടോ? അതാ പറഞ്ഞ അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഞങ്ങൾക്ക് ഇവിടെ കൺസൈൻമെന്റ് നമ്മളത്തെ പറഞ്ഞായിരുന്നു, ചോദിച്ചായിരുന്നു. പിന്നെ നമ്മള് ആ മാസത്തിൽ ഫില്ല് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ബുക്കിംഗ് വന്നേ കൊണ്ടാണ്. ബുക്കിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സിറ്റിയിൽ ആകെ ഉള്ള 30 ഗ്യാങ്ങാ. ഈ 30 ദിവസം നിങ്ങൾക്ക് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്യാങ് 2 കൊടുത്താണ് അതിന്റെ അർത്ഥം. ഒരു ഗ്യാങ് ഒരെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ. അതെ. അപ്പൊ ഞങ്ങളുടെ സ്ലോട്ട് എവിടെ? ഈ മാസം ഞങ്ങളുടെ ഒരു സ്ലോട്ട് എവിടെ? നമുക്ക് നേരത്തെ വന്ന് ഒരു മാസം ആദ്യമേ വന്ന് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. ഇതിന്റെ മാസത്തിൽ അവസാനത്തിലേക്ക് പോയത്. ഒരു സെക്കൻഡ്, ഞാൻ എക്സ്ക്യൂസ് മീ, പറഞ്ഞോ. നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണ്. ചന്ദ്രൻ ഹാപ്പി ബർത്ത്ഡേ. ചന്ദ്ര അത്രയല്ലേ? വാട്ട് എ കോയിൻസിഡൻസ്. ചന്ദ്രൻ കേൾക്കുന്നുണ്ടാവോ? മിസ്റ്റർ എക്സിന്റെ ബർത്ത്ഡേ ആണെന്ന്. എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണോ? അല്ല. എന്ത് പറ്റി? അല്ല, ജസ്റ്റ് ചോദിച്ചു. വാട്ട് എ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ. അങ്ങനെയല്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ കൺസൈൻമെന്റിന്റെ കേസ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം പാപ്പ. മറ്റേ നമുക്ക് ചന്ദ്രൻ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണ്ടേ? ഡ്രീമർ ലൈവ് നിർത്തിയോ? ഇല്ലല്ലോ. അവന്റെ അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ
ബ്രോ സ്ക്രീനിൽ ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഇത് വരും. ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ് ഞാൻ ഇടാം. Wait. So let's go bro, happy birthday. ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റ് തരാം. ഹലോ ചന്ദ്ര Let's go. ഹാപ്പി ബർത്ത്ഡേ ചന്ദൻ. താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ. Happy birthday bro. ഓ ഈകള് ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ. ചന്ദ്ര അളിയ ഇങ്ങനെ സൂപ്പർ ചാറ്റ് അതൊക്കെ കൈ തന്നാ മതിയായിരുന്നു. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. അളിയ താങ്ക്സ് അളിയ. എന്താ പരിപാടി അവിടെ? ഇവിടെ എല്ലാരും വന്നളിയ, എനിക്ക് മൊത്തത്തില് ബ്ലാങ്ക് ആയി പോയി ഞാൻ. ഇവിടെ അലീനെ കിരൺ ബ്രോ ഒക്കെ വന്നു, അവരൊക്കെ എത്തിയാ? അവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഓ ദേ അളിയ ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര അളിയോ. കൊറേ നേരമായിട്ട് മൈര് സിറ്റി കയറാൻ നോക്കിട്ട് പറ്റണില്ല. തോന്നി അളിയ, കുഴപ്പമൊന്നുമില്ല അളിയ. താങ്ക്സ് അളിയ, താങ്ക്സ്. നാളെ വന്നാ മതി. നാളെയോ? ഇനി പറഞ്ഞല്ലോ, ഇനി ഞാൻ വരുന്നില്ല. മൂട് പോയി. ഞാൻ ഇത്രയും നേരമായിട്ട് ലോഡ് ചെയ്യാൻ നോക്കി ലോഡായില്ല. ഇവിടെ ചാറ്റില് കൊറേ പേര് നിന്നെ അങ്ങ് തിരക്കണ ബാബു. നിന്നെ ഇതൊന്നും എന്റെ ഇൻബോക്സിൽ കണ്ടോടാ. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെടാ. പോയിട്ടോ സീനില്ല പോയിട്ടോ. ചന്ദ്ര അളിയാ ഹാപ്പി ബർത്ത്ഡേ. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ അളിയാ. അളിയ താങ്ക്സ്. ഇതേപോലെ ഈ ദിവസം ഊമ്പി പോട്ടെ. പോയിട്ടോ. ഗൈസ് അവന് ബർത്ത്ഡേ ദിവസമല്ലേ, ബർത്ത്ഡേ ദിവസം നമ്മള് ഗെയിം കളിക്കാൻ പിടിച്ചിരുന്നത് ശരിയല്ല. അതും കഴിഞ്ഞ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടായി ബ്രോ. ഇപ്പൊ കട കൊടുക്കാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ശരിച്ചിട്ട് പോലും ഇല്ല എന്റെ. അതല്ല, ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് നമ്മള് കഴിഞ്ഞ 2 ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് അവനെ വെറുപ്പിച്ചാണ് സിറ്റിയിൽ നിന്ന് വിട്ടത്. ഓർമ്മയുണ്ടോ നമുക്ക് ഇൻബോക്സ് വന്നത്? നീയൊക്കെ എന്തൊരു ഒമ്പിത്തിനാണോ കാണിച്ചത്? ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെയാണോടാ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മോ എന്തൊരവസ്ഥയല്ലേ. എടാ എനിക്ക് സിറ്റിയിൽ മിസ്റ്റർ എക്സൈറ്റർ മീറ്റിംഗ് കൊണ്ടുപോകുമ്പോ ഞാൻ കേറിട്ട്. ബൈ 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 ബൈ. ഹലോ. വാസുദേവ്. സോറി മിസ്റ്റർ എക്സ്, ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. പറഞ്ഞു. അതിപ്പോ ഞാൻ APയോട് പറഞ്ഞിട്ടുണ്ട്. ഓ. 5-ാം തീയതിയിലത്തെ കൺസൈൻമെന്റ് നമുക്ക് എങ്ങനെയാണോ ഉള്ള രീതിയിൽ അത് ഷിപ്മെന്റ് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻഫോ തരാം. TD ആയിരിക്കും കൊണ്ടുപോവാൻ. നിങ്ങളതെടുത്ത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മെറ്റീരിയൽ നമ്മൾ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഗണ്ണിനാക്കാനുള്ള മെറ്റീരിയൽ ആവും. ഓക്കെ, അതങ്ങനെ പോട്ടെ. പിന്നെ ഒരെണ്ണം കൂടി എക്സ്ട്രാ പറഞ്ഞത്, അത് ഞാനൊന്ന് വിളിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ മിസ്റ്റർ എക്സ്, നമ്മൾ ഈ കൺസൈൻമെന്റ് അടിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് അടക്കണ്ടേ? അടക്കണം. അത് എത്രയാണ് വരുന്നത് ടോട്ടല്? 48. അതെ, ബ്ലാക്ക് 48 CR. പ്ലാൻ വല്ലതും ഉണ്ടോ മിസ്റ്റർ കെ? എന്താണ് നിങ്ങൾ വേണമെന്ന് എനിക്ക് 50-55 തരുന്ന എനിക്കറിയാം അല്ലേ വാസു? വാസു വിചാരിച്ച പിന്നല്ല 60 കണ്ണിന് 60 CR തരും വാസു. എനിക്ക് വാസുവിന്റെ മോൻ കണ്ടറിയാം. മിസ്റ്റർ എക്സ്, ഇതിനകത്ത് എത്ര തോക്കുണ്ടാവും ഈ 48 കോടി നമ്മൾ തരുമ്പോ? 60 എണ്ണം ഉണ്ടാവും. 60 എണ്ണത്തിനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. നിങ്ങൾ തോക്ക് പണിയാണ്. തോക്ക് പണിയാൻ നമുക്ക് എക്സ്ട്രാ ചെലവ് വല്ലതും ഉണ്ടോ? ഒരു ചെലവില്ല. സമയം മെനക്കെടുത്തിയാൽ മതി. ഈ 60 തോക്ക് പണിത് വരെ ഏകദേശം എത്ര സമയം എടുക്കും? അത് തൽക്കാലം പണിയണത് ആരാളെ? ഷാഡോക്ക് അറിയോ? അത് ഏകദേശം ഒരു ഗണ്ണ് പണിയാൻ അറൗണ്ട് 1 മിനിറ്റിനകത്ത്. ഒരു മണിക്കൂർ 60 കണ്ണ് തീരും. അപ്പൊ സീനില്ല, കുഴപ്പമില്ല. അത് ഞാൻ തന്നെ ചെയ്തോളാം. കുഴപ്പമില്ല.
വേറെ ആരെയും വിശ്വാസമില്ലേ വാസു? ഇല്ല, നമ്മള് പിള്ളേരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട, മുന്നിൽ നിന്ന് ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ അല്ലേ. അപ്പൊ ശരിയാണ് ശരിയാണ്. പിന്നെ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ കൺസൈൻമെന്റ് ജയിക്കണമല്ലേ? അത് ജയിക്കല്ല, നിങ്ങള് ഇത് നമ്മള് ഒരു സംശയം ഇപ്പൊ ഞങ്ങള് 48 കോടി തന്നു. വാസു 60 തരാന്നല്ലേ പറഞ്ഞേ? 48 പറഞ്ഞേ ആണോ? ഞാൻ 60 തരുന്നു കേട്ട്. ഇല്ല, നമ്മളോട് 40 മതി എന്നാ പറഞ്ഞേ, പക്ഷെ നമ്മൾ 40 തരാതെ പറഞ്ഞു. അതെ. അപ്പൊ നമ്മളിപ്പോ 48 തന്നു വിചാരിച്ചോ, നമ്മള് കൺസൈൻമെന്റ് തോറ്റ് റീഫണ്ട് ഉണ്ടാവും? അത് ഞാൻ ആ കാശ് ഓൾറെഡി സാധനം മേടിച്ചില്ലേ നിങ്ങക്ക് തരാനായിട്ട്. എന്തൊക്കെ ചോദിക്കണം, സാധനം കൊടുത്തില്ലേ ഓൾറെഡി? അടിച്ചിരിക്കുന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നല്ല, ഉറപ്പല്ലേ? നമ്മളങ്ങനെ തോക്കുവാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു വിഷയമാണോ അല്ലേ? ഇല്ലെങ്കിൽ കേജ് നമുക്ക് ആളെ ഇറക്കി തരത്തില്ല അടിച്ചെടുക്കാന്. നമ്മളടിച്ചോളാം, ബാക്കി കാര്യം നമ്മളായിട്ട്. അതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ വാസു എന്ത് പറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം മിസ്റ്റർ എക്സ്, എനിക്ക് മിസ്റ്റർ ഇത് പറയണം തോന്നി. ഇതങ്ങനെ ബാക്കിയുള്ളൊരു മുഖത്തോട്ട് പറഞ്ഞു. വാസു കേജ് കേജ് വിളിച്ചോ? കേജ് എന്ന് വിളിച്ചാൽ മതി. കേജ് അവിടെ ശരിക്കും അടിയാണോ? എന്താ? ഒരു മിനിറ്റ്. കേജ്, ഒറ്റ കാര്യം എന്ന് പറഞ്ഞാ ഈ ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി കുറച്ചുകൂടെ കൂട്ടണം. എന്തിനാണ് വെറുതെ? പിന്നെ എന്തിനാ തോക്ക്? വാസു, ഇതെന്താ സംഭവം? നിങ്ങൾക്ക് ഈ 60 എണ്ണം നിന്ന് കഴിഞ്ഞാൽ 60 എണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഇത് 60 എണ്ണം നിങ്ങൾക്ക് വിൽക്കാം. ഇല്ല, അതല്ല പ്രശ്നം. വിൽക്കുമ്പോ ഈ സാധനത്തിന് തേയ്മാനം വന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരും മേടിക്കൂല. അല്ല, നമ്മളിത് കുറച്ച് അധികം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാ സിറ്റിയില്. ചുമ്മാ വാസു, ചുമ്മാ ഈ കാശിന്റെ കണക്കൊക്കെ പറയണത് എന്ത്? ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു പ്രശ്നമാണ്. ഒരു 60 ഗണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തീരാണെന്നുണ്ടെങ്കിൽ അടുത്ത് എടുക്കല്ലേ, അടുത്ത മാസം പിന്നെയും കിടക്കല്ലേ? ഞാൻ ഈ ബാക്കിയുള്ളവര് ഇത് പറയത്തില്ല കേജ്, ഞാനായിട്ട് എന്റെ കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില. പിള്ളേരെ കൊണ്ട് എടുപ്പിക്കണം. അമ്മമാർക്കും അതിനൊക്കെ എന്നൊക്കെ മടിയാ. എന്താ ചെയ്യാ? നല്ലോണം അറിയാം, കാണാൻ ഇത്തിരി തലക്ക് പിന്നല്ല. AP ഒന്നും 5 പൈസ തരൂല. AP അടുത്ത പൈസ ചോദിക്കുമ്പോ പറയാം വയസ്സായ ആളല്ലേ, കൺസിഡർ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കും. എന്റെ അറിവില് AP ഇവിടുന്ന് പെൻഷൻ മേടിക്കണ്ടെന്നാണ് ഞാൻ അർത്ഥം. വാഗ്ദാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പൈസ കിട്ടിയിട്ടില്ല കയ്യില്. ഈ വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കുമെങ്കിൽ ഞങ്ങള് ടിവിക്ക് എന്റെ വാർദ്ധക്യ പെൻഷനിൽ നിന്ന് ഇവരുടെ ഗണ്ണ് കൊടുത്തേക്ക്. അത് ഞങ്ങളല്ലല്ലോ, ഗവൺമെന്റാണ് കൊടുക്കുന്നത്. അല്ല, നിങ്ങളല്ലേ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്? ഞങ്ങള് ഗവൺമെന്റ് നമുക്ക് കണക്ക് തരുമ്പോൾ നമ്മൾ ഗവൺമെന്റ് കൊടുക്കും. നിങ്ങൾ ഗവൺമെന്റ് ആയിട്ട് സംസാരിക്കും, പെൻഷൻ റെഡിയാവും. ഗവൺമെന്റ് ട്രഷറിയിലേക്ക് നമ്മൾ പൈസ അടയ്ക്കാറുണ്ട്. അപ്പൊ ഇല്ല സീനിലപ്പ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മള് 48 CR എത്തിക്കാം. നമുക്ക് 5-ാം തീയതി തന്നെ കാര്യങ്ങൾ നടത്താം. പിന്നല്ല, 5-ാം തീയതി വരുന്നു, പീഡിനെ തോപ്പിക്കുന്നു, നിങ്ങൾക്കുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കുന്നു, ബാക്കി മെറ്റീരിയൽ ഞങ്ങൾ തരുന്നു, എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ എക്സ്ക്യൂസ് മീ, എനിക്ക് ഞാനൊന്ന് റേഡിയോ ഉപയോഗിച്ചോട്ടെ? ഓ ആയിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഹലോ 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 ഹലോ, ചെറിയൊരു സിറ്റുവേഷൻ എന്താടാ? ആരാട്ടാ ചൊറി? ടോക്കിയോ T47 ഒന്നാണ്. കത്തിച്ചുവിടുന്നതായിരിക്കും ബെറ്റർ, കാരണം ആ പീഡി ഇല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വന്ന് ചൊറിഞ്ഞ് അമ്മരെ റിവൈവ് ചെയ്യിപ്പിക്കും, മനസ്സിലായോ? അപ്പം മറ്റവന്മാർക്ക് ബാക്കപ്പ് വരാനുള്ള എളുപ്പമാണ്. ഇരിക്കുന്ന ഒരുത്തിന്റെ കയ്യിലൊക്കെ ആണോ കത്തിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. വോട്ട് പോയി എന്തേലും ഒന്നുകൂടെ. ഇപ്പൊ എന്താ സിറ്റുവേഷൻ? എന്തായത്? എന്താ പറ്റിയേ? പീഡിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. യുവമാര് പറഞ്ഞ പീഡി വണ്ടി എടുത്തിട്ട് പോകണം, അതായത് ലീവ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തിന് ലീവ് ചെയ്യണമെന്ന് ചോദിച്ചു. പീഡി ലീവ് ചെയ്യുന്നില്ലാന്ന് ചോദിച്ചു. സംസാരം കണ്ണെടുത്ത് അടിച്ചാ പിന്നെ അടിച്ചിട്ട